എന്താണ്? ഒരു പരമപ്രകാശമായി ഗുരു ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരന്തര വാനര എത്രമാത്രം പ്രഭാവമാണ്, ഇങ്ങനെ പ്രകാശിക്കുന്നു. എന്താണ്? അഹൈതുകദയാസിന്ധു, അഹൈതുകമായ ദയ, ഒരു ഹേതുവില്ലാത്ത ദയ. നമുക്കും മക്കളോടും തിരുമക്കളോടും നമ്മൾ ബന്ധപ്പെട്ടവരോടൊക്കെ നമുക്ക് ചെറിയ സ്നേഹമുണ്ട്. അവരെന്തൊക്കെ തെറ്റ് ചെയ്താലും നമ്മൾ എന്റെ മോനല്ലേ അല്ലേ, ചവിട്ടിയാലും അല്ലെങ്കിൽ നമ്മുടെ പണമൊക്കെ ആഘോഷിച്ചിട്ട് പോയാലും നമ്മൾ ക്ഷമിക്കും. വേറൊരാൾ കൊണ്ടുപോകുന്നെങ്കിൽ നമ്മൾ ക്ഷമിക്കില്ല. എന്താണ്? അച്ഛൻ പൈതങ്ങളുടെ കാലടിയണ അടിപെട്ടാലും ഒക്കെ പുറത്ത് ആ കൊച്ചുങ്ങൾക്കുള്ള അഭീഷ്ടം അതിനോട് നിറവേറ്റി കൊടുക്കുന്നത് പദ്യം വ്യക്തമാണ് അല്ലെ. അതുപോലെ എന്ത് ചെയ്യും? നമ്മുടെ ആളുകൾ ക്ഷമിച്ചാൽ നമ്മൾ ക്ഷമിക്കും. പക്ഷെ ഗുരു അങ്ങനെയല്ല. നമ്മുടെ ഹേതുകമായ കൃപ, എല്ലാവരോടും ഒരു ഹേതുവില്ലാതെ ഗുരു കൃപ ചൊരിഞ്ഞിരിക്കുകയാണ്. നദലോകബന്ധോ കാരുണ്യസിന്ധോ പതിതം. ഇതാണ് സ്വാമി ആ ഗുരുവിന്റെ ശിഷ്യനെ സമീപിക്കുന്ന ചിത്രം വ്യക്തമാക്കുകയാണ്. സ്വാമി പോയി ലോകബന്ധു, ലോകബന്ധുവായിരിക്കുന്ന അങ്ങേക്ക് എളിയവനായ എന്റെ നമസ്കാരം. പതിതം ഭവാപ്തു, ഞാൻ എന്താണ് പെട്ടുപോയിരിക്കുകയാണ്. രക്ഷകരെന്ന് പറയും ഒരു രക്ഷമില്ല, കടത്തിലോ പെട്ടുപോയി സ്വാമി എന്ന് പറയുന്നതാണ്. ചിലരെ കല്യാണം കഴിച്ചാലും അങ്ങനെയാണ്, പെട്ടുപോയി എന്ന് പറയും അല്ലെ. ഗുരു പറയുന്നുണ്ട്, ശിവപ്രസാദ പഞ്ചായത്ത് പറയുന്നു എങ്ങനെയാണ്? പിടിപെട്ട് പുരണ്ടു മറിഞ്ഞു പിണ ഇടിയിൽ കൊടി കൊണ്ട് ഗുണങ്ങളോടും കൊടി കൊണ്ട് കുടിക്കുമരും കൊടി നീർ അടിതട്ടിയകത്തു നിറഞ്ഞിരുന്നീ. ഇതാണ് ധ്യാനം. എന്താണ്? അരുംകുടി നീര് അടിതട്ടി അകത്ത് നിറഞ്ഞിരുന്നു. നമ്മൾ ധ്യാനിച്ച് ആവാഹിച്ച ദൈവത്തെ വിളിച്ചിരുത്തുകയല്ല. അങ്ങനെ എന്ത് ഇരുത്താൻ പറ്റില്ല. പ്രശ്നമാണ് നീ വന്നിട്ട് എന്റെ ഉള്ളിൽ വന്നങ്ങ് നിറഞ്ഞിരിക്കുക. ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ വേറെ വല്ലതും ചിന്തിച്ചിരിക്കുമ്പോൾ കൂടി എന്ത് ചെയ്യുക? അടിതട്ടി അകത്ത് നിറഞ്ഞിരുന്നീ. അങ്ങനെയാണ് ശാരദാംബ വന്നിട്ട് എന്ത് ചെയ്തത്? ഗുരുദേവന്റെ ഉള്ളിൽ കുടിയേറിയത്. എപ്പോഴാണ്? ഗുരുദേവൻ ഇതിനെ ദേവി എന്ന് ചിന്തിച്ചോണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്താണ്? അവിടെ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ്, നിത്യ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ്, കപ്പിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൃതി ഇങ്ങോട്ട് വന്നത്. നായമാമതയിൽ നിന്ന് ഇതിങ്ങോട്ട് മനസ്സിലേക്ക് വന്ന് ആ കൂടെ തീരത്തിന് പോയി ശിഷ്യനെ വിളിച്ച് എഴുതിക്കോളാൻ പറഞ്ഞു. അവിടെയാണ് ശൂരൻ നാട്ടിയത്. എന്താണ്? ധ്യാനിച്ച് ദേവതയെ ആവാഹിച്ചു വരുത്തിയതല്ല. ശുദ്ധമായ ഹൃദയത്തിൽ എന്താണ്? നമ്മൾ ദേവതയെ, ഈശ്വരനെ, ബ്രഹ്മത്തെ വിളിച്ചില്ല എങ്കിൽ പോലും എന്ത് ചെയ്യും? എല്ലാവരും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയും. അവർക്കുള്ള സ്പേസ് ഉണ്ടായാൽ മതി അല്ലെ. മറിച്ചെന്താണ്? നമ്മുടെ ഹൃദയം ശുദ്ധമല്ല, മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി സാമഗ്രികൾ എന്താണ്? ഒരു മുറി നിറച്ചിരിക്കുകയാണെങ്കിൽ ആർക്കും കയറി വന്നിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചിത്തശുദ്ധി ഉണ്ടായാൽ, നിർമ്മലമായ മനസ്സുണ്ടായാൽ എന്ത് ചെയ്യും? ദേവതകളെല്ലാം നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞുകൊള്ളും അല്ലെ. നിർമ്മലമായ ഹൃദയം ഉണ്ടാകുക, അതാണ് ഏറ്റവും വലുത്. അതിനുള്ള സ്പേസ് ഉണ്ടാകുക. ഒരു നിത്യനീതി പറയുന്നതാണ്. ഒരു കപ്പ് കാപ്പി അല്ലെ. ഒരു കപ്പ് കാപ്പിയുടെ കഥ നമുക്കറിയാം. എന്താണ് കഥ? അറിയാം? പറയണോ? അറിയാം. പ്രൊഫസർ സമീപിച്ചപ്പോൾ ഒരു ധ്യാന ഗുരു അവിടെ ഇരിക്കുകയായിരുന്നു. എന്താണ്? എനിക്ക് ധ്യാനം കളിക്കണം എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല. എന്ത് ചെയ്തു? കപ്പിലേക്ക് പകർന്നു കൊടുത്തിട്ട് അദ്ദേഹം കാപ്പി തരാമെന്ന് പറഞ്ഞു. കപ്പെടുത്ത് നിന്നു. ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരുന്നു. നിറഞ്ഞു, നിർത്തിയില്ല. അതാണ് നിറഞ്ഞ് ഇങ്ങനെ കാപ്പി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇദ്ദേഹം ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഗുരു? കിളി പോയോ അമ്മയ്ക്ക്? ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്ന നിറയുന്ന കണ്ടില്ലേ? എന്താണ് പറഞ്ഞത്? ഇത് തന്നെയാണ് നിന്റെ അവസ്ഥ. നീ എന്താണ്? ഫുള്ളായിട്ടിരിക്കുകയാണ്. ഇനി ഒന്നിനും കയറാൻ ഇടയില്ല. ശിവൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കണികയ്ക്ക് പോലും ഇത് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ ലോകവാസനകൾ കൊണ്ടെന്താണ്? വിഷയവാസനകൾ കൊണ്ട് നിന്റെ അന്തരംഗം നിറഞ്ഞിരിക്കുന്നു. ഇനി ഒരു തുള്ളി പോലും അതിൽ പ്രവേശിക്കില്ല കാണിക്കാനാണ് കാപ്പ് പകർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഹോൾ ഉണ്ടാകണം, ഇരിക്കാനുള്ളതാണ്. ഹോളി ആകണമെങ്കിൽ എന്ത് വേണം? നമ്മളെന്താണ്? കാര്യമായിരിക്കും. അതിന്റെ സ്പേസ് നമ്മൾ വിളിച്ചിരിക്കുക. അപ്പൊ ഗുരുവിന് ശാരദാംബയ്ക്ക് ഇരിക്കാനുള്ള കുറച്ചിടം നമ്മളൊന്ന് ഒഴിച്ചിട്ടേക്കണം. ഒക്കെ കുറേ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഉള്ളിലുണ്ട്. മക്കളെ, വീടിനെയൊക്കെ നമ്മൾ അടിച്ചു പുറത്താക്കാൻ പറ്റുമോ? എന്താണ്? ദേവിക്ക് ഗുരുവിന് ഒരു കുറച്ചൊരിടം
കൊടുത്താൽ മതി. എന്താണ് കഥ സൂചിപ്പിക്കുന്നുണ്ട്. മഹാബലിയോട് രാജശ്രീ മേടിച്ചു. എത്രയാ ചോദിച്ചത്? 3 അടിയെ ചോദിച്ചുള്ളൂ. അടിച്ച് വന്നപ്പോ എന്തായി? അവസാനം പാതാളത്തിൽ പോകേണ്ടുന്ന അവസ്ഥയായി. ആരുടെ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ നമ്മൾ ദേവിക്കലെന്നാണ് ഈ ബ്രഹ്മത്തിന്, ഈ ഗുരുവിന് ഇടം കൊടുത്താൽ പതിയെ പതിയെ ഒട്ടകം കയറി കയറി എന്താണ് നമ്മുടെ വിഷയവാസന, കാമം, ക്രോധം, ലോഭം, അസൂയ ഇതിനെല്ലാം അടിച്ച് പുറത്താക്കിക്കോളും. ആദ്യം ഒരു ഇടം നമ്മൾ കൊടുക്കണം, അല്ലേ? ആ ഇടമാണ് നമുക്ക് വേണ്ടത്. അല്പം ഒഴിച്ചിടുക. വെള്ളം കുടിക്കണോ? എഴുന്നേറ്റ് നിൽക്കണോ? ഇറങ്ങി പോണോ? ഞാൻ ഇറങ്ങി പോണോന്ന് വിദ്വാനായിട്ടുള്ള ആൾ എന്തിനു ചെയ്യുന്നു? ഇത്രയും നേടിയ വിദ്വാനാണ്, വെറുതെ ചിലർക്കാരനല്ല. ഗുരുവിനെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച സമാധി വിദ്വാനാണ് ഇത് ഉപദേശിക്കുന്നത്, അല്ലെ? അതിന്റെ ഗുണഗണങ്ങളൊക്കെ എന്താണ്? പ്രകടന ഗ്രന്ഥങ്ങളിൽ അവർ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട്. വിദ്വാൻ എന്ന് വെച്ചാൽ ആരാണെന്ന്, എന്തെല്ലാം ഗുണങ്ങൾ വേണമെന്നതാണ് ചൂടാമണിയിലൊക്കെ പറയുന്നത്. വിദ്വാന്റെ ലക്ഷണം അത് നമ്മളെന്താണ് അത് പഠിക്കാം, അല്ലെ? ഇതൊരു തുടർച്ചയല്ല. ഒരു ജിജ്ഞാസ ഉണർത്തുക മാത്രമാണ് ധർമ്മമീമാംസ പരിഷത്ത് ചെയ്യുന്നത്. ഈ ജിജ്ഞാസ നിങ്ങളിൽ ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരണം, അല്ലെ? അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ യോഗികൾ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ അവര് കഞ്ചാവ് സേവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഹിമാലയത്തിലേക്ക് കഞ്ചാവ്. അപ്പൊ ഇവിടെ എല്ലാം ഹിമാലയത്തിൽ ധാരാളം മയിലുകളുണ്ട്. ഈ മയിലിന് അല്പം കഞ്ചാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്തിനാണ്? ഇത് കൊത്തി തിന്നിട്ട് ആ സമയമാകുമ്പോൾ അവൻ വീണ്ടും വന്നോട് പറഞ്ഞു. അങ്ങനെ കുറെ മയിലുകൾക്ക് ഈ യോഗികൾ ഇങ്ങനെ കഞ്ചാവ് ഇട്ടു കൊടുക്കും. ഈ ഒരു സമയമാകുമ്പോൾ ഒത്രയേറെ മയിലുകൾ ഈ ഹിമാലയത്തിൽ വന്നിങ്ങനെ പറഞ്ഞു. എന്താണ് ഇതിന്റെ ടെക്നിക്ക്? ഇതിന് വീണ്ടും വീണ്ടും ലഭിക്കണം എന്നതുപോലെ ഈ അമൃത വിദ്യയിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ, രസം ഉണ്ടാകുമ്പോൾ എന്താണ് വീണ്ടും വീണ്ടും നമുക്ക് വരണം എന്ന് തോന്നും, അല്ലെ? ഇത് രസം ഉണ്ടായില്ലെങ്കിൽ ഇത് വിരസമാണ്, അല്ലെ? രസം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ വരില്ല. ഇപ്പൊ എന്താണ് ഇവിടെ എല്ലാവരും വന്നിരുന്നു, ഇന്നലെയും വന്നു, ഇന്നും വന്നു, വന്നിരുന്നു, നിറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? രസം പിടിച്ചുപോയി, അല്ലെ? എല്ലാവരും വന്നിരുന്നു, അതിന്റെ രസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അപ്പോ അത്തരത്തിൽ പരമാത്മ വിദ്യയുടെ രസമാണ് നമ്മൾ അനുഭവിക്കുന്നത്. വിദ്വാൻ അത്ര സമാധി ഷട്കങ്ങളെ കൊണ്ട് തിളങ്ങുന്നവനാണ്. രസിത എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവനായി തീർന്നിട്ട് അതിനെ കൊണ്ടെന്നാണ് ചെറിയ സമാവേശം അവിടെയൊക്കെ പറ്റിച്ചു വെച്ചിരിക്കുകയല്ല. അതുകൊണ്ട് അങ്ങനെ പ്രചോദിപ്പിക്കുകയാണ്. തേജോഗോളം പോലെ ശിഷ്യനുമായി തീർന്നു. ചെറിയൊരു തേജോഗോളമായി ശിഷ്യനായി തീർന്നിട്ടാണ് വലിയ തേജോഗോളത്തിനടുത്തേക്ക് പോകുന്നത്. സമാധി ശക്തം കൊണ്ട് ഗുരുവിനെ സമീപിക്കുന്നു. എങ്ങനെ? ദക്ഷിണയോടുകൂടി സമീപിക്കുന്നു. ആദ്യമേ പോകുന്നതാണ് ആശ്രമത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ വിദ്യ പഠിക്കാൻ പോകുന്നവർക്ക് അറിയാം, അല്ലെ? നചികേതസിന്റെ അറിയാം, ഉപനിഷത്തുക്കളെ അറിയാം. യഥാർത്ഥത്തിൽ പോകുന്നത് എങ്ങനെയാണ്? സമിത്പാണിയായിട്ടാണ്. എന്താണ്? സമിത്വം കൊണ്ടാണ് പോകുന്നത്. ഹോമം നടത്തണം. ഗുരുവിന് വേണ്ട നടത്തുന്ന ഗുരുവാണ്. ഗുരുവിന് വേണ്ടിയിട്ട് സമിത്താണ് കൊണ്ടുപോകുന്നത്. ഇതൊരു സിമ്പലാണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? സമിത്ത് അർപ്പിച്ചു. എന്തൊക്കെയാണ് സമിത്ത് അർപ്പിച്ചത്? സമിത്ത് ഹോമത്തിലിട്ടത് കുറെ പേർ എന്റെ തലയിൽ മാറിയത്. അവരും തേങ്ങയും ഉണ്ടാക്കി തന്നെ പതിച്ചോ? എന്താ മുമ്പിരിക്കുന്ന തലയിലോട്ട് നിറഞ്ഞത്. അപ്പൊ എന്താണ്? സമിത്വം കൊണ്ടാണ് പോയത്. ഇതൊരു പ്രതീകമാണ്. യഥാർത്ഥത്തിന്റെ തരങ്ങളാണോ? യഥാർത്ഥത്തിൽ തേങ്ങയാണോ? എന്താണ് ആയിരിക്കുന്നത്? എന്താണ്? ഒരു വിഷയങ്ങളാണ്. അത് നെയ്യാണോ? അത് അഹമാണ്, അത് നെയ്യല്ല. അപ്പോഴത് അഹമാണ്. അതിനെയാണ് ഹോമിക്കുന്നത്. മന്ത്രമാണ് നമ്മൾ ഹോമിക്കുന്നത്. അല്ലാതെ ഇരിക്കുന്ന സാധനങ്ങളുടെ ദ്രവ്യങ്ങളൊന്നുമല്ല. അതിരിക്കുന്ന അഗ്നിയാണോ? അത് ബ്രഹ്മമാണ്. അത് ആ ബോധത്തിലാണ് നമ്മൾ ഹോമം ചെയ്യേണ്ടത്. അഗ്നിയല്ല, അതിരിക്കുന്ന ദ്രവ്യങ്ങളല്ല. മറിച്ചെന്താണ്? ആ ബ്രഹ്മ വിഷയങ്ങളെ നമ്മൾ അതിന്റെ ജ്ഞാനം അത്തരത്തിൽ ഹോമിക്കുന്നു. അപ്പോ നമ്മൾ ഒരു കെട്ട് പറഞ്ഞു അർപ്പിക്കാൻ ജ്ഞാനാഗ്നിയിലേക്ക് ശിഷ്യൻ സ്വയം വിറകായി പോവുകയാണ്. അതിന്റെ സിമ്പലാണ് ഹവിസുമായി ശ്രോത്രിയം.
വിറകായി ആ ജ്ഞാനാഗ്നി ആ അഗ്നിയിൽ ഞാനില്ലാതെ അവശേഷിക്കാൻ വേണ്ടി ഈ ശിഷ്യൻ അന്ന് സ്വയം ഗുരുവിന്റെ അടുത്ത് പോവുകയാണ്. അവിടെ ചെന്നാൽ വല്ല രക്ഷയുണ്ടോ? വല്ല രക്ഷയുണ്ടോ? മോഹൻലാൽ സംഗീതം പഠിക്കാം എന്ന് പറഞ്ഞ് പോയി അല്ലേ? കേട്ടിട്ടില്ലേ? എവിടെയാണ് പോയത്? എവിടാ പോയത്? കണ്ടില്ലേ? സിനിമയൊക്കെ മറന്നു. ഒരു സിംഹത്തിന്റെ മടയിൽ കേട്ടില്ല? ഒരു സിംഹത്തിന്റെ മടയിലേക്കാണ് പോയത്. സിംഹത്തിന് മുമ്പിൽ ചെന്നവരുണ്ടോ? വാരിച്ച് കീറിക്കളയും അല്ലേ എന്ന് പറയുന്നത് പോലെ വലിയൊരു സിംഹത്തിന്റെ അരികിലാണ് ഒരു മാൻപടയെ പോലെ ശിഷ്യൻ ഇങ്ങനെ പോവുകയാണ്. പോയിട്ട് എന്ത് ചെയ്യുന്നു? മഹാപ്രഭാതത്തിന് മുമ്പിൽ നമസ്കരിക്കുന്നു. പ്രണതി നമ്മുടെ സ്വാമിമാരെക്കാൾ എന്താണ് അഗ്നിയുടെ പ്രതീകമായിട്ടാണ് ഈ കാവ്യയെ ധരിക്കുന്നത് അല്ലേ? ഒരു ശിഷ്യൻ ദീക്ഷ തന്നാൽ എന്താണ്? പല വസ്ത്രങ്ങളുണ്ടാകാം. വെള്ളയുണ്ട്, റോസുണ്ട്, പച്ചയുണ്ട്, ഇഷ്ടമുള്ളത് മാറി മാറിയിരിക്കുന്നു. സന്യാസിമാർക്ക് എന്താണ് കാവ്യ കൊടുക്കുന്നത്? അഗ്നിയുടെ പ്രതീകമാണ് അല്ലെ? സ്വയം അഗ്നിയായി എരിയുന്നതിന് പ്രതീകമായിട്ടാണ് ഈ കാഷായ വസ്ത്രം ധരിക്കുന്നത് അല്ലെ? ഇവിടെ ഏറ്റവും വലിയ സ്വാമി പ്രകാശാനന്ദ സ്വാമിയെ കണ്ടപ്പോഴും ധാരാളം ആളുകൾ വരും. എന്തായിരുന്നു ആ സ്വാമി? എന്താണ് പ്രകാശാനന്ദ സ്വാമി പോലും പ്രണമിക്കാൻ നമുക്കറിയില്ല അല്ലെ? എന്താണ് നമ്മളെന്തിനാണ് പ്രണമിക്കുന്നത് അല്ലെ? ഒരു ശിഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രണമിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന നമ്മൾ ആരാണ്? നമ്മുടെ ജില്ലാ പ്രസിഡന്റ്, ആരെടുത്ത മണ്ഡലം പ്രസിഡന്റ്, നോൺ എക്സിക്യൂട്ടീവ് കേന്ദ്ര എല്ലാം നോക്കിയിട്ടിരിക്കുന്ന ആളാണോ? പിന്നാരാണ്? നിങ്ങളൊക്കെ ആരാണ്? നിങ്ങളൊക്കെ ആരാണ്? ശിഷ്യന്മാരാണ്. ശിഷ്യനാണെങ്കിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ഇത് ലഭിക്കുന്നില്ല അല്ലെ? ശിഷ്യന്മാർക്ക് മാത്രമാണ് ഈ ജ്ഞാനത്തെ ലഭിക്കാൻ സാധിക്കുക. കൃഷ്ണന്റെ കൂടെ അർജുനൻ നടന്നു, എത്ര നാൾ നടന്നു അല്ലെ? കൂടെ കളിച്ചു. സഖേതിമത്വ പ്രസവം യഥുഷ്ടം അല്ലെ? എന്റെ കൂട്ടുകാരനാണ്, അപ്പച്ചിടമെന്നാണ് തമ്മിൽ പറഞ്ഞു. അങ്ങോട്ട് ഇങ്ങോട്ട് കളിച്ചു, തിരിച്ചു നടന്നു. അപ്പോഴൊന്നും ഈ വിദ്യയെ കൃഷ്ണ പറഞ്ഞു കൊടുത്തില്ല. അവസാനം എവിടെ വരേണ്ടി വന്നു? കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്നു. ആ ഗാന്ധിയവും ആമ്പും വില്ലും സകല അഹന്തയും താഴെ വീണുപോയി. ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് പറഞ്ഞു, ശിഷ്യസ്തേഹം ശാന്തി മാന്വാം. ഞാനിതാ നിന്റെ ശിഷ്യനായി തിരിഞ്ഞിരിക്കുന്ന ഭഗവാനെ എനിക്ക് ഉപദേശിച്ചാലോ എന്ന് പറഞ്ഞ ആ പാദത്തിൽ തൊട്ടപ്പോഴാണ് ഭഗവാന്റെ വിശ്വരൂപത്തെ പ്രകാശിപ്പിച്ച് ഗീത ഉപദേശിച്ചത്. അതുപോലെ എന്താണ്? ഇത് ശിഷ്യന്മാർക്കുള്ളതാണ്. എന്റെ ഗുരു പറഞ്ഞതാ ഇത് ജിജ്ഞാസുക്കൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ ആത്മവിദ്യക്ക് അധികാരി ആരാണ്? ഈ ഗുണങ്ങളൊക്കെ നേടി ശിഷ്യ ഭാവന എന്താണ് ഉണ്ടാവുക മാത്രമേ നമുക്കിത് കരകതമാകുകയുള്ളൂ. ഇപ്പം താൽക്കാലികമായിട്ടാണെങ്കിലും വ്യാജമായിട്ടാണെങ്കിലും നമുക്കൊരു ശിഷ്യഭാവം ഒന്ന് വരുത്തുക. 3 ദിവസത്തേക്ക് കടമെടുക്കുക അല്ലെ? വെളിയിലിറങ്ങുമ്പോൾ നമ്മളായിക്കോളൂ. പക്ഷെ എന്താണ് ഇവിടെ ഇരിക്കുമ്പോൾ എന്താണ്? ശിഷ്യനായിരിക്കുക അല്ലെ? ഗുരുവിന്റെ സമീപത്തിരിക്കുക. കണ്ടം വലിയ പൂച്ചയുണ്ട്, പൂച്ചയുടെ കുട്ടിയുണ്ട്, പൂച്ചക്കുഞ്ഞ്. ഇതിനറിയാവോ എന്താണ് ചെയ്യേണ്ടത്, എവിടെ പോകേണ്ടതെന്ന്? അറിയത്തില്ല. എന്ത് ചെയ്യും? ഞാവും ഞാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെ ഈ പൂച്ചയ്ക്ക് എപ്പോൾ ആഹാരം കൊടുക്കണം, എവിടെ കൊണ്ടിരിക്കണം, ഏത് കുട്ടക്കടിയിലാണ് കൊണ്ട് വെക്കേണ്ടതെന്നൊക്കെ ആർക്കറിയാം? ഇവിടെ തള്ളപ്പൂച്ചക്കറിയാം. പൂച്ച എന്താ മതി? കുഞ്ഞി പൂച്ച ആയാൽ എന്താ മതി? ഒരു ഉത്തരവാദിത്വം ഞാവും ഞാവും എന്ന് ഇങ്ങനെ കരഞ്ഞാൽ മതി. അതുപോലെയാണ് ജിജ്ഞാസയുടെ ശിഷ്യനായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഗുരുവിന് ശരണാഗതി ചെയ്താൽ പിന്നെ ഈ സ്വസമുദ്രം കടത്തേണ്ടുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? നമുക്കൊരു ഉത്തരവാദിത്വമില്ല. നമ്മൾ അഥവാ എത്തിച്ചില്ലെങ്കിൽ നാണക്കേട് ആർക്കാണ്? ഗുരുവിനാണ്. ഇത്രയും വലിയ ഗുരുവിന് ശിഷ്യന്മാരായിട്ട് അവസമുദ്രത്തെ കടത്തി വിട്ടില്ലെങ്കിൽ ആർക്കാണ് നാണക്കേട്? നമുക്ക് വല്ല പാടുണ്ടോ? ഒരു പാടുമില്ല. നമ്മളൊന്നും ഭയപ്പെടുകയും വേണ്ട. നമ്മൾ അങ്ങോട്ട് പിടിച്ചാലാണ് പാലം കടന്നു പോകുമ്പോ നമ്മൾ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ പിടിച്ചാൽ വഴുതി പോകാം. പക്ഷെ അച്ഛനാണ് അമ്മയാണ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ വീണുപോയ ആരുടെ കുഴപ്പമാണ്? പിടിച്ചിരിക്കുന്ന ആളുടെ കുഴപ്പമാണ്. അപ്പൊ എന്താണ്? നമ്മൾക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അഥവാ മുക്തി കിട്ടാതെ നമ്മൾ മരിച്ചു പോയാൽ ആർക്കാണ് ഉത്തരവാദിത്വം? നമ്മൾ ആശ്രയിച്ച ഗുരുവിനാണ് അല്ലെ? അടുത്ത ജന്മത്തിലെങ്കിലും ഗുരു നമുക്ക് മുക്തിയുമായി നമ്മുടെ മുമ്പിൽ എത്തിക്കൊള്ളും. ഇതൊന്നും എന്താണ്? ഒരിക്കലും വ്യർത്ഥമായി പോകില്ല. അപ്പൊ എന്താണ്? പ്രണതി, ഗുരുവിനെ പ്രണമിക്കണം. പ്രണമിച്ചാൽ മാത്രം മതിയോ? എല്ലാവരും കൊണ്ട് നമസ്കരിച്ച് അത് മാത്രം പോലെ സേവാദി പ്രസന്നൻ ഗുരു, സേവയൊക്കെ ചെയ്യണം. എന്താണ്? നമ്മളുടെ സ്വാല കോഴ്സ് നടത്തിയപ്പോ
അത് കർമ്മയോഗം. പകുതി ആളുകളും മുങ്ങി. എന്തൊക്കെയാണ് കർമ്മയോഗം? ഇരിക്കുന്ന സ്ഥലം നമ്മുടെ ഇരിക്കുന്ന കസേരകൾ അടുക്കി വെക്കുക, ബാത്റൂമുകളല്ല. ഗുരുവിനെ തന്നെ പരീക്ഷണാർത്ഥത്തിലാണ്. കൂടുതൽ പേർക്കും അത് താല്പര്യം. നിങ്ങൾ എന്താണ് ഇതെല്ലാം ചെയ്യണോ? എന്താണ് അത് ചെയ്യും? വിനയം ഉണ്ടാകുക. വിനയം ഉണ്ടാകുമ്പോൾ ഗുരുവിന് കയറാൻ ചെയ്യുന്നത്. അല്ല, ഇതിങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ ഒരു കുത്തുവെക്കുമ്പോൾ എന്താണ് ഈ നമ്മുടെ ശരീരത്തിന്റെ രോഗം പറഞ്ഞു. എനിക്ക് കാല് തൊടാൻ വയ്യായിരുന്നു, കൈ അനക്കാൻ വയ്യായിരുന്നു. ഇവിടെ വന്ന് 3 ദിവസം തീർത്ഥാടനം സേവ ചെയ്തപ്പോ എന്താണ്, എന്റെ കൈ എങ്ങനെ ശരിയായ സാമ്യം, കൈ അനക്കാൻ വയ്യാത്ത ആൾക്ക് എന്തായി, കൈ ശരിയായി എന്നതാണ് എന്റെ അടുത്ത് കരുതുന്നത്. ഒക്കെ ഇവിടെ പോയാ കൊല്ലത്ത് നിന്ന് അജിത ചേച്ചി പോയാ ഉണ്ടല്ലേ, ഇതാണ് ഒരു പണം കൊടുക്കുന്നത് പോലെ ആയി പോവും. അപ്പോ പ്രണതി സേവാദി പ്രസന്നം ഗുരു ോഹമിതം എന്താ ചോദിക്കുന്നത്? മറ്റൊന്നുമല്ല, കാര്യങ്ങളല്ല. നമുക്കറിയാം എന്ത് സംഭവിച്ചു, അമേരിക്കയിൽ എന്ത് സംഭവിച്ചു, പാകിസ്ഥാൻ ബോംബ് വീണോ, ലോക വിഷയങ്ങളൊന്നുമല്ല അന്വേഷിക്കുന്നതാണ്. ഞാൻ ആരാണ്? നമുക്കറിയാവുന്ന കാര്യം, നമുക്കറിയാൻ വയ്യാത്ത കാര്യം അത് മാത്രമേ ഉള്ളൂ അല്ലേ? വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നതോടുകൂടി എന്താണ്, എല്ലാ വാർത്തകളും എന്താണ്, ലോകത്തിലെ എല്ലാ വാർത്തകളും വർത്തമാനങ്ങളും ഈ ഗ്രൂപ്പിലൂടെ ഒക്കെ എന്താണ്, അന്വേഷണം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ, ഈ ഞാനാര്, എന്നെയാണ് അറിയേണ്ടത് അല്ലേ? അങ്ങനെ എന്നെ അറിയുന്നതിന് വേണ്ടി ഗുരുവിനോട് ചോദിച്ചേ ഓഹമിതം. അയ്യോ ഗുരു പറഞ്ഞാൽ ആരാണ്? ഗുരോ ജഗതിഥി, ഈ കാണുന്ന കാണുന്നല്ലോ, നാനാവിധമായ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കാണുന്നു, അനുഭവിക്കുന്നു എന്താണ് എന്ന് ഇതിന്റെ നിജസ്ഥിതിക്ക് അറിവുള്ള അന്ന് എന്ന് പറയുന്നു അല്ലെ? പറഞ്ഞാൽ പോരാ, ഓരോ ദിവസം എഴുന്നേറ്റതാണ് ഗുരു നോട്ട്. ഈ ജഗത്ത് അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ടോ? എനിക്കറിയാമല്ലോ. ഞാൻ ബ്രഹ്മമാണ്. അതാണ് നമ്മൾ നമ്മളെ തന്നെ സ്വയം നിരീക്ഷിക്കുമ്പോൾ പ്രത്യഹം പ്രത്യവേക്ഷേതാം നരചരിതമാത്മനഃ കിംനുമേ പശുവിതുല്യം കിംനുമേ സത്പുരുഷൈരിവ. നമ്മൾ ഓരോ നിമിഷവും നമ്മളെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണം. സ്വയം എന്താണ്? ഓരോ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മളെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കി. എന്താണ് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത് കൂട്ടിയത്, എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് എന്നതാണ് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നും. ആർക്കെങ്കിലും അങ്ങനെ കുഴപ്പമുണ്ടോ? എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ളവരുണ്ടോ? കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റും. അപ്പോഴെന്താണ് നമ്മുടെ ഭ്രാന്ത് പറയാൻ തുടങ്ങി. സ്വയം നിരീക്ഷിച്ച് വരുമ്പോഴെന്താണ് സ്വയം വൈദ്യനായി നമ്മൾ മാറും. എന്താണ്? സ്വന്തം കാര്യങ്ങൾ നിരീക്ഷിച്ച് സ്വയം അതിനെ പരിഹരിച്ചു പോയാൽ ഈ ഭ്രമം നമ്മളിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ എന്താണ് പ്രണതിസേവാദി സർവം ദൃശ്യതയാജടം ജഗതിദം വക്തപരം നാന്യതോ ജാതം നസ്വതയേവ ഭാതി മൃഗതൃഷ്ണാഭം ദരീദൃശ്യതാം. നീ ആരാണ്? അറിയോ കുഞ്ഞെ? നീ കേട്ടാലും അപ്പോഴാണ് ഗുരുവാണ് പറയേണ്ടത്. നമ്മൾ സ്വയം ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് എന്താണ് എഴുതി കയറി ചെയ്യുകയല്ല അല്ലേ? ഞാൻ സ്വയം നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആകുമോ? ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലേ പ്രധാനമന്ത്രി ആകും. വീട്ടിലെ പ്രധാനമന്ത്രി ആകും അല്ലേ? ഇതാണ് സ്വയം ബ്രഹ്മം എന്ന് പറയണ്ട, നമ്മൾ പറയാൻ പാടില്ല. എന്താണ് അത്? ഗുരു നമുക്ക് അറിഞ്ഞു തരണം. എന്താണ് ത്വംഹി ബ്രഹ്മ എന്ന് പറഞ്ഞ ആ ഗുരു നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോഴാണ് ആ ബ്രഹ്മാനുഭവം നമ്മളിലേക്ക് വന്നു ചോദിക്കുന്നത്. ആ അനുഭൂതി സമ്പന്നനായ ഗുരു ആ അനുഭൂതി ഇരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൈവിട്ട് പറയണതാണ് ബ്രഹ്മ. അങ്ങനെ ശിവലിംഗദാസ്വാമിക്ക് കിട്ടി അല്ലെ? നിശ്ചലദാസ്വാമികൾ കിട്ടി. അതെവിടെ ഇരുന്നു?
അരിപ്പുറത്തെ പാറയിൽ ഇരുന്ന് ആ ഗുരുവിന്റെ പാദങ്ങൾ എന്താണ് ആ ശിരസിൽ എടുത്തു വെച്ച് ആ സ്വന്തം കയ്യിൽ വെള്ളം എടുത്തു വെച്ച് മറ്റൊരു കൈകൊണ്ട് വെള്ളം കോരി അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമാധി ഭക്തനായിരിക്കുന്ന ഗുരു കണ്ണു തുറന്നു കാണുന്ന എന്താണ് ആ താഴെ ഇരുന്നു കൊണ്ട് ആ വെള്ളം കൊണ്ട് പാദം കഴുകുന്ന നിശ്ചലദാസനെയാണ്. ഉടനെ കൈവച്ച് അനുഗ്രഹിച്ചു. ആ ബ്രഹ്മാനുഭൂതി നിശ്ചലദാസങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് മാനാശൻ പറയുന്നു, മന്ദാരപ്പൂങ്കൊടി കൈമല മധുരമെടുത്തെന്നെ മാനിച്ചുമായ കന്ദാഭാവം ഭവിക്കും വരയുടെ ഉണരും കൗശലത്തിൽ കലർത്തി. ആ മന്ദാരപ്പൂവും പൊടി പോലുള്ള ആ കൈവിരൽ മധുരമെടുത്ത് മാനിച്ചുമായ കന്ദാഭാവം, എന്റെ മായ സകല അജ്ഞാന അവിദ്യകൾ നശിക്കുമാറ് അവിടെ തന്നെ ആ ദിവ്യ ഞാൻ എങ്ങനെ നന്ദി ആശാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? വിജയാനന്ദവിലാസം ആശാന അനുഭവത്തെ ഗുരു സേവ കണ്ടിട്ട് ആശ്രമത്തിൽ ഗുരുവും ശിഷ്യനും ആശ്രമം മേടിച്ച ആദ്യം തന്ത്രികളും ചേന കൃഷി 1000 മൂട് ചേന നട്ടു എന്നാണ് പറയുന്നത്. എല്ലാ ചേനയും കൊണ്ടല്ല പോയത്, വീട് വീടാന്തരം പോയി ആശ്രമത്തിലേക്കാണ് എന്ന് പറഞ്ഞ് തന്ത്രികൾ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ശേഖരിച്ചുകൊണ്ട് വന്ന് ചേന വിത്ത് എല്ലാ വീട്ടിലും 1000 ചേന വിത്തിട്ടുണ്ടെങ്കിൽ എത്ര വീട്ടിൽ പോയിട്ടുണ്ടാകണം. വെള്ളത്തിലോ ചുമന്നോ കൊണ്ട് ഏതാനും ദിവസം കൊണ്ട് ഈ ചേനയെല്ലാം നട്ട് അത് 1000 മൂട് നട്ടതിന് ശേഷം ഗുരുവിന്റെ അടുത്ത് വന്നു. അപ്പൊ എന്താണ് കഥ ഇങ്ങനെ ചാരിയിട്ടിരിക്കുന്നു. കഥ ചാരിയിട്ടാൽ തുറക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ് അദ്ദേഹത്തെ ഏതോ അത്യാവശ്യത്തിന് കോട്ടയത്തേക്ക് പോകേണ്ടത് കൊണ്ട് കാത്തു നിൽക്കാൻ സാധിച്ചില്ല. ഇതെടുക്കും കൊണ്ട് എന്ത് ചെയ്തു? ആ കഥകിനെ എത്ര ഭക്തിയും വിനയമാണെന്ന് ആലോചിക്കണം. ആ കഥകിനെ പതിയെ തുറന്നപ്പോൾ എന്താണ് ഇങ്ങനെ ജ്വലിച്ചിരിക്കുന്നു അല്ലെ. വലിയൊരു തേജോകോളം പോലെ ഒരു പ്രകാശ സ്വരൂപനായി ഇതാണ് ദർശിക്കുന്നത് അല്ലെ. ഇത് കണ്ടിട്ട് ഗുരു എന്താണ് പരമശിവൻ തൃക്കണ്ണ് തുറന്നു നോക്കുന്നത് ആ ദൃഷ്ടിയോടുകൂടി ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നതാണ് ആ ഭാവം എന്ന് പറഞ്ഞു. എന്താണ് അത് രചിച്ചില്ല, എന്ത് ചെയ്തു? ആ ഭാവം എന്ന് പറഞ്ഞു ശാന്തനായി ഗോപാലതന്ത്രി ആ ദിവ്യ സ്വരൂപത്തെ കണ്ടു. അതാണ് ഏറ്റവും ആ കൃഷി ചെയ്തതിന്റെ ആ ത്യാഗം സഹിച്ചതിന്റെ ഫലമാണ് ആ ദിവ്യ സ്വരൂപത്തെ ദർശിക്കുവാൻ സാധിച്ചത്. അതാണ് ഗുരുവിന്റെ ശിഷ്യനായ ഭൈരവൻ ശാന്തിയോട് ചോദിച്ചു. ഭൈരവൻ കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു എന്ന് പറഞ്ഞെങ്കിൽ ദീർഘായുസായി ഇരിക്കും പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ അവരാരും എന്താണ് യഥാർത്ഥ ശാസ്ത്രം മുഴുവൻ പഠിച്ചു പ്രണതിസേവാദ്യ പ്രണാമം കൊണ്ടും കടന്നുപോയി. നമ്മൾ സങ്കല്പിച്ചാൽ മതി. സങ്കല്പിച്ചാൽ ആ സങ്കല്പം കൊണ്ട് തന്നെ ബ്രഹ്മ നല്ല ഇന്ദ്രിയ ബുദ്ധിയല്ല ചിത്തം. നീ വിചാരിക്കുന്ന ഒന്നും നീയല്ല, ഇതെല്ലാം നിന്റെ ഉപായം മാത്രമാണ്. അന്യതാണ് സർവം ദൃശ്യതയാകുക. ഇതിനൊന്നും ഉണ്മയില്ല. കാണപ്പെടുന്നതും രണ്ടാണ്. ഇന്ദ്രിയ സന്നികർഷം കൊണ്ടാണ് ഈ ദൃശ്യം കാണുന്നത്. ഈ ദൃശ്യം മാത്രം കണ്ടുകൊണ്ട് തന്നെ മറക്കുന്നത് കൊണ്ടാണ്. എന്താണ് ദൃശ്യമാണ്. സിനിമയിൽ കാണുന്നത് എന്താണ്? ഇത് നീയല്ല. കാണാകൃതിയോ അന്യ